ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഭാഗമാണ് യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ടാണ് നമ്മുടെ യങ്സ്റ്റേഴ്സിന് നൽകുന്നത്? തീർച്ചയായും കേരളത്തിൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന് വ്യത്യസ്തമായി ഈ യുവജനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ മൂവ്മെൻറ്റ് നടന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതിന് ഏറ്റവും പ്രാധാന്യം നമ്മുടെ വിദ്യാഭ്യാസം തന്നെയാണ്. മാത്രമല്ല സമസ്ത മേഖലയിലും വലിയ സാമൂഹ്യ മുന്നേറ്റം കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ രൂപപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ യുവജനങ്ങളുടെ കാര്യത്തിലും പ്രത്യേക മുന്നേറ്റം എടുത്തു പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന യുവജന കമ്മീഷൻ നമ്മുടെ ഒരു രാജ്യത്ത് ഒരു പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്കിടയിൽ ഒരു യൂത്തിനൊരു കമ്മീഷൻ ഇല്ല. യുവജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്നൊരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനമാണ് സംസ്ഥാന യുവജന കമ്മീഷൻ. ഇന്ത്യയിൽ വളരെ അപൂർവ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് യുവജനങ്ങൾക്കിടയിൽ ഇത്തരമൊരു കമ്മീഷൻ തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന യുവജന കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ആ നിലയിൽ തന്നെ സംസ്ഥാനത്തെ യുവജനങ്ങളോടും ഈ സമൂഹത്തോടും നീതി പുലർത്തിയിട്ട് പോകണമെന്ന് തന്നെയാണ് സംസ്ഥാന യുവജന കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ യുവാക്കൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സംസ്ഥാന യുവജന കമ്മീഷൻ തീരുമാനിച്ചത്. ലോകത്തെമ്പാടും യുവജന കമ്മീഷൻ ഇപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി സംസ്ഥാന യുവജന കമ്മീഷൻ കണ്ടത് യൂത്തിൻ്റെ മാനസികാരോഗ്യം വലിയ വിഷയമായി കാണുകയാണ്. ലഹരിയുണ്ട്, മറ്റ് പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ രൂപപ്പെട്ട സൈബർ മേഖലയിലെ വിഷയങ്ങളുണ്ട്. നിരവധി പ്രശ്നങ്ങൾ യൂത്തിനെ നേരിടുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും അതിലേറ്റവും പ്രധാനമായി നമ്മൾ ഉയർത്തിക്കാണിക്കേണ്ടുന്നൊരു വിഷയം യൂത്തിൻ്റെ മെൻ്റൽ ഹെൽത്താണ്. 2018 ശേഷം എന്ന് പറഞ്ഞാൽ യുവജന കമ്മീഷൻ ഈ വിഷയത്തിൽ ഇങ്ങനെ കാണാനുള്ള കാരണം 2019 കോവിഡിന് മുന്നേയും ശേഷവുമുള്ള നമ്മുടെ സംസ്ഥാനത്ത് നടന്ന യുവജനങ്ങളുടെ ആത്മഹത്യയെക്കുറിച്ച് പഠിക്കാൻ യുവജന കമ്മീഷൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. യൂത്തിൻ്റെ മെൻ്റൽ ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂയായി യുവജന കമ്മീഷൻ കണ്ടതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കണമെന്ന് യുവജന കമ്മീഷൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഈ വർഷം നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ആത്മഹത്യയെക്കുറിച്ച് പഠിക്കാൻ യുവജന കമ്മീഷൻ തീരുമാനിച്ചത്. 2018-നും 2023-നിടയിൽ നടന്ന ആത്മഹത്യയെക്കുറിച്ച് പഠിക്കാൻ വളരെ ശാസ്ത്രീയമായ ഒരു പഠനത്തിന് വേണ്ടി യുവജന കമ്മീഷൻ തീരുമാനിക്കുകയും അതിനൊരു എക്സ്പേർട്ട് ടീമിനെ തന്നെ തിരഞ്ഞെടുക്കുകയും അതിനുശേഷം സംസ്ഥാനത്തെ MSW വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവരെ ഉപയോഗപ്പെടുത്തി ഈ ആത്മഹത്യ ചെയ്തവരുടെ വീടുകളിലേക്ക് ചെന്ന് അവരെ ജീവിതത്തെ സംബന്ധിച്ചൊരു 48 ക്വസ്റ്റ്യറിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും ആ റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെൻറ് സമർപ്പിക്കുകയാണ്. അതിൻ്റെ ശേഷമാണ് ഒരു നാഷണൽ സെമിനാർ ഈ വിഷയത്തിൽ യൂത്ത് എംപവർമെൻറ്റ്, മെൻ്റൽ റെസീലിയൻസ്, ഹാപ്പിനെസ്, നമ്മുടെ ഏറ്റവും പ്രധാനമായൊരു വിഷയം തന്നെ നമ്മൾ ഹാപ്പിനെസ് മുന്നോട്ട് വെക്കാൻ വേണ്ടി തന്നെയാണ് യുവജന കമ്മീഷൻ. അതുകൊണ്ട് തന്നെയാണ് യൂത്തിൻ്റെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചുള്ളൊരു പഠനം അത് നന്നായി സംഘടിപ്പിച്ചതിന് ശേഷം ഇത്തരമൊരു നാഷണൽ സെമിനാറിലേക്ക് ആദ്യഘട്ടം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിനുശേഷം ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യുവജന കമ്മീഷൻ തീരുമാനിക്കുന്നത് ഒരു വലിയ വിപുലമായ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച് നമ്മുടെ സംസ്ഥാനത്തെ യൂത്തിൻ്റെ മാനസികാരോഗ്യത്തെ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം അതിനുള്ള ഒരു മുന്നൊരുക്കമാണ് യുവജന കമ്മീഷൻ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നാഷണൽ സെമിനാർ നമ്മുടെ സംസ്ഥാനത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 200 18-നും 40-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾ, അതിൽ എക്സ്പേർട്സ് ഉണ്ട്, അതിൽ പ്രൊഫഷണൽസ് ഉണ്ട്, അവിടെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു 2 ദിവസം നാഷണൽ സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഇതിനുശേഷം തുടർന്നങ്ങോട്ടും ഈ വിഷയത്തിൽ വളരെ വിപുലമായി തന്നെ ഉള്ള പ്രവർത്തനമാണ് യുവജന കമ്മീഷൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്.